അപ്പൊ വൈകുന്നേരത്ത് ചിക്കൻ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. വെളുത്തുള്ളിയും ഇഞ്ചിയും വഴറ്റിട്ട് മോനാണെന്ന് വീഡിയോ എടുക്കുന്നത് അല്ലേ കുഞ്ഞു? മോൻ ഉണ്ടെങ്കിൽ പിന്നെ അന്നേരത്തിനോട് വരാൻ പറഞ്ഞിട്ട് വരിക. ഉച്ചക്ക് പിന്നെ മോൻ ഉണ്ടാവില്ലല്ലോ, അപ്പൊ ആൾ വരും. ചെറുക്കിയ തന്നിട്ട് അരിയൊക്കെ ഉച്ചക്ക് തന്നെ അരച്ച് വെച്ചു. അതുകൊണ്ടിപ്പോ പൊന്താരായി അരി. ഞാൻ ഈ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചിട്ടാണ് കേട്ടോ മുന്നൊക്കെ ഇടാറ്. അപ്പൊ അപ്പൂന് അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടിക്കുമ്പോ അവന് ഇഷ്ടമല്ല. അപ്പൊ അവൻ പറയും എന്തിനാ അമ്മ ഈ ഇഞ്ചി ഇട്ടിട്ട്? അവന് ഇഷ്ടമല്ല ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ. വെളുത്തുള്ളി ഇഷ്ടം? വെളുത്തുള്ളി ഇഷ്ടം തോന്നുന്നുണ്ട്. ഞാൻ കാണലില്ല കഴിക്കണത്. വെളുത്തുള്ളി കഴിക്കുന്നതൊന്നും കാണാറില്ല. മുട്ടക്കറിയിലത്തെ എന്തൊക്കെയാ പറയുന്നത്. നല്ല മഴ പറഞ്ഞ നല്ല മഴ. നാളെ സ്കൂളിൽ മതിയായിരുന്നു അല്ലേ? അപ്പൂന് സ്കൂളില്ലാന്നാ പറയുന്നത്. സ്കൂളില്ല ഞാൻ മതിയായിരുന്നു എന്നാ പറയുന്നത്. മഴയത്ത് പോണ്ടല്ലോ. എന്തെങ്കിലും പോകില്ലേ? വെറുതെ പറയട്ടോ. വെളിച്ചെണ്ണ കുറവൊഴിച്ചിട്ടൊന്നും ഞാൻ സാധനങ്ങൾ ഉണ്ടാക്കില്ല കേട്ടോ. കാരണം ചിക്കൻ തന്നെ എണ്ണ വരുമ്പോഴേക്ക് പിന്നെ കുറെ വെളിച്ചെണ്ണ ഒഴിച്ചാലേ ശരിയാവില്ല. അല്ലെങ്കിൽ ഞാൻ ചിക്കന് വെളിച്ചെണ്ണ അല്ല, അതിന്റെ അത് വരില്ലേ, എന്താ പറയാ, നെയ്യൊക്കെ. അപ്പൊ വെളിച്ചെണ്ണ എന്ത് എണ്ണയായാലും കുറേശ്ശെ ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ ശരീരത്തിന് കേടാ അല്ലേ നന്ദേട്ടാ? പിന്നെ നന്ദേട്ടൻ ഇന്ന് വൈകുന്നേരത്തൊന്നും ഭക്ഷണം വേണ്ടെന്നാ പറഞ്ഞത്. അല്ലെങ്കിൽ ചിക്കൻ കറി ഉണ്ടാക്കുകയാണെങ്കിൽ നന്ദേട്ടന് ഞാന് എന്താ പറയാ മുട്ടക്കറി ദോശ ഉണ്ടാക്കലുണ്ട്. കാരണം ഇപ്പൊ അരച്ച മാവ് കൊണ്ട് ദോശ ഉണ്ടാക്കി നന്ദേട്ടന് നല്ല ഇഷ്ടം. അപ്പൊ ഞാൻ മുട്ടക്കറി ഉണ്ടാക്കും. കാരണം ചിക്കനൊന്നും ഇഷ്ടല്ല, ആള് കഴിക്കില്ല ചിക്കൻ കറിയൊന്നും. ഞാൻ കല്യാണം കഴിഞ്ഞതിന് മുന്നേ കൊറേ നിർബന്ധിച്ചിട്ട്, എനിക്കറിയില്ല എന്നിട്ട് ഇഷ്ടല്ല എന്നുള്ളത്. ഇത് കഴിക്കാൻ തേട്ടാ കൊണ്ട് കുറെ നിർബന്ധിച്ചു. ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഞാൻ അന്നേരം പറയാം ഇഷ്ടല്ലാണ്ട് ഞാൻ കഴിക്കുക, എനിക്ക് ഇഷ്ടല്ലാന്ന്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവാൻ തുടങ്ങിയത്. ചിക്കൻ കറി പിന്നെ എന്താ പറയാ, ഞാൻ കുറെ സാധനങ്ങൾ അന്നേരം അധികം പച്ചക്കറിയുടെ ആളാണ്. അപ്പൊ ഇന്ന് വൈകുന്നേരത്ത് ഒന്നും വേണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ ഞങ്ങൾക്ക് 3 ആൾക്കാ വേണ്ട, എനിക്കും അപ്പോനും പിന്നെ എന്റെ അനിയനും. അതുകൊണ്ട് ഞാൻ ചിക്കൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ മുഴുവൻ വെക്കില്ല കേട്ടോ. പകുതി എടുത്തിട്ട് ഫ്രീസറിന്റെ ഉള്ളിൽ വെക്കും. ഒന്നിച്ച് കറി വെച്ചിട്ടുണ്ടെങ്കിൽ മോന് 2 ദിവസം കഴിക്കുമ്പോ തന്നെ അത് വേണ്ടാണ്ടാവും. പിന്നെ മട്ടക്കുണ്ട്. അപ്പൊ ഞാൻ കഴിക്കേണ്ടി വരില്ല, ഞാനും അപ്പൊ തീരില്ല. അപ്പൊ ഞാൻ കുറച്ച് പകുതി എടുത്ത് വെക്കും. നന്നായിട്ടൊന്നും എന്താ ഭക്ഷണം വേണ്ടാത്ത വൈകുന്നേരത്ത് നന്നായിട്ട് എന്താ പറയാ, ഒരു ചട്ടകം ചോറും പിന്നെ ഉപ്പേരി അങ്ങനെ ഇങ്ങനെ കഴിക്ക. ചോറില്ലേ ഒരു ചട്ടകം, പിന്നെ ബാക്കിയുള്ളത് ഉപ്പേരി സലാഡൊക്കെയാണ് കഴിക്കുക. ഇന്നിപ്പോ മഴ കാരണം ആകെ പ്രശ്നമായി. അപ്പൊ ഉപ്പേരി ഉണ്ടായിരുന്നില്ല, സോയാബീൻ്റെതല്ലേ. അപ്പൊ എന്നിട്ട് ഒരു ശേഖരം ചോറും കൂടി അധികം ഉണ്ടു. അതിന് പകരം വിട്ടൂല്ലേ എന്നല്ല. അപ്പൊ അതിന് പകരം എന്നിട്ട് വൈകുന്നേരത്ത് ഭക്ഷണം കഴിക്കില്ല. ഞാൻ അതന്നെ ഇരുന്ന ജോലിയല്ലേ. അപ്പൊ ഭക്ഷണ കാര്യത്തിലൊക്കെ എന്നിട്ട് ഭയങ്കര കറക്റ്റാണ്. ഞാൻ അതേപോലെ ഒരു പ്രാവശ്യം ഇതേപോലെ എന്താ കുറച്ച് തടി വന്നപ്പോഴേ ഞാൻ രണ്ടൊപ്പം നിന്നിട്ട് കുറച്ച് ഭക്ഷണം കഴിക്കാണ്ടൊക്കെ ഇരുന്നോട്ടോ, ചോറൊക്കെ ഒഴിവാക്കിയിട്ട്. അയ്യോ ഇല്ലാണ്ട് വെയ്യാണ്ടേ. അങ്ങനെ ചീത്ത പറഞ്ഞു വന്നിട്ട്. ഞാന് അങ്ങനെ പറഞ്ഞിട്ട് നീ അതേപോലെ ആവണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ നല്ല ഭക്ഷണമായി. ഇപ്പൊ അധികമായി തോന്നുന്നു അല്ലേ? ഇപ്പൊ ഭക്ഷണം കഴിക്കുമ്പോൾ കുറച്ച് അധികമായി. പക്ഷെ തടി വരില്ല കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ ആരും തടി ഇല്ലാത്ത ആൾക്കാരാ. അതുകൊണ്ട് തടിയൊന്നും വരില്ല.
ഇന്നാണ് ഇപ്പൊ ശരിക്കും സംക്രാന്തി. കാരണം അങ്ങനെ മഴയാണ് രാവിലെ തന്നെ. രാവിലെ മുതൽ ഫുള്ളായിട്ട് മഴ. അത് മൈലാഞ്ചി പൂപ്പൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നിട്ട് ഒരു പണിയുണ്ട്, അതുകൊണ്ട് കയ്യിലൊന്നും ഇട്ടലാകരുത്. എന്റെ കയ്യിൽ ഇട്ടരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മൈലാഞ്ചിന്റെ ഇല വേണോന്ന് ഫ്രണ്ട് ചോദിച്ചു തൊട്ട് മുന്നിട്ട്. അപ്പൊ എനിക്ക് അരയ്ക്കാൻ വയ്യ. അപ്പൊ അമ്മിയൊക്കെ മഴയത്താ കിടക്കുന്നതേ. അപ്പൊ അമ്മിയിൽ അരയ്ക്കണം ശരിക്കും മൈലാഞ്ചി. മിക്സിയിലാകുമ്പോ അത് വെള്ളം ഒഴിക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് ഞാൻ വേണ്ട, എന്നിട്ട് മൈലാഞ്ചി ട്യൂബ് വാങ്ങിക്കൊണ്ടിട്ടുണ്ട് പറഞ്ഞു. ഇനി ചിക്കൻ കറിയൊക്കെ ആയി, ദോശയൊക്കെ ഉണ്ടാക്കി കഴിച്ച് എന്നിട്ട് മൈലാഞ്ചി ഇട്ടിട്ട് ഇരിക്കണം. എന്താ കാറില് കൊതും കടിക്കുന്നുണ്ട്. കൊതു വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഉള്ളിലേക്ക് ഇങ്ങോട്ട് വരും. അതിൽ തക്കാളിയൊക്കെ ഇട്ടിട്ട് നല്ല വഴറ്റിയിട്ടുണ്ട്. ഇത് 2 മണിക്കൂറായിട്ടോ. മറ്റേ മസാലയും ഉപ്പും കൂടി തേച്ച് വെച്ചിട്ട്. ചിക്കനും മീനും വെക്കണ ചീഞ്ചട്ടിയാണിത്. ഞാൻ ബാക്കി ചീഞ്ചട്ടിയിലൊന്നും ചിക്കനും മീനൊന്നും വെക്കില്ല. കാരണം നമുക്ക് പിന്നെ എല്ലാം ഒരിക്കലൊക്കെ ഉണ്ടെങ്കിലേ ഒരിക്കലോ അതേപോലെ തിരുവാതിര നോക്കൊക്കെ ചെയ്യില്ലേ നമ്മള്. അപ്പൊ അങ്ങനെ ആകുമ്പോ ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അതിനായിട്ടുള്ള ചട്ടിയാണിത്, ചീനച്ചട്ടി. ചിക്കനും ഇതില് വെക്കും, പിന്നെ മീൻ വറക്കും. മീൻകറി വെക്കുന്നത് പിന്നെ വേറെ ഉണ്ട് ചട്ടി, മൺചട്ടി ഉണ്ട്. മീൻകറി അധികം വെക്കാറില്ല ഞങ്ങള്. മീനും വാങ്ങിക്കില്ല. മീൻ എപ്പോഴെങ്കിലൊക്കെ വാങ്ങിക്കും. 2 മാസത്തിന് ശേഷം ഇപ്പൊ മിനിഞ്ഞാന്ന് മീൻ വാങ്ങിയത്. ചിക്കൻ പിന്നെ ചിലപ്പോ ആഴ്ചക്ക് വാങ്ങും, ചിലപ്പോ 2 ആഴ്ച കൂടുമ്പോ വാങ്ങും. ചിക്കൻ പിന്നെ നല്ല ഇഷ്ടാ. നാളികേരപ്പാൽ ഒഴിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് വെള്ളാക്കിട്ട് വെക്കുന്നുണ്ട്. കാരണം ദോശ കഴിക്കുമ്പോ വെള്ളം വേണ്ടേ, ചാറായിട്ട് വെക്കണം. അപ്പൊ വെള്ളം ഒഴിച്ചിട്ട് കുറുക്കണം. എനിക്ക് ഈ മുന്നത്തെ മല്ലി മുളക് അരച്ച കറി, ചിക്കൻ കറി ഭയങ്കര ഇഷ്ടാട്ടോ. പക്ഷെ കുട്ടിക്ക് ഇഷ്ടമല്ല അത്. അതുകൊണ്ട് ഞാൻ അത് ഉണ്ടാക്കില്ല. ഒരു പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയിട്ട് മോന് ഇഷ്ടായില്ല. അതേപോലെ മീൻകറി, ഇവിടെയൊക്കെ അധികം മീൻകറി മല്ലി മുളക് അരച്ചിട്ടാണ് വെക്കുക. നന്ദേട്ടനാണ് എനിക്ക് മറ്റേ എന്താ പറയാ നാളികേരപ്പാൽ ഒഴിച്ചിട്ടുള്ള മീൻകറി ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തന്നത്. എനിക്കറിയില്ലായിരുന്നു. അപ്പൊ പിന്നെ അങ്ങനെയാണ് മീൻകറി ഉണ്ടാക്കുമ്പോ അങ്ങനെ ഉണ്ടാക്കും. എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കുള്ളൂ. വെള്ളം തിളച്ചു കുറുകണം. ഇറക്കി വെക്കാനാകുമ്പോ പാലൊഴിക്കണം. കറിവേപ്പിലയും മല്ലിച്ചെപ്പും ഒന്നും വാങ്ങാൻ പറയാൻ മറന്നു വന്നിട്ടാ. രണ്ടും ഇല്ല. എന്നിട്ട് നേരത്തെ ചിക്കൻ വാങ്ങാൻ പോയിട്ടേ അവിടെ റോട്ടിൽ പെട്ടു. മഴ പെയ്തിട്ട് റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടാ പോയത്. പെരും മഴ. അവിടെ നിക്കായിരുന്നു. എന്നാവട്ടെ. പിന്നെ ഈ കർക്കിടക സംക്രാന്തി ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും സ്ഥലത്തുണ്ടോ സംക്രാന്തി? എന്താ പറയാ, സംക്രാന്തി, അയ്യോ, സംക്രാന്തി ഇല്ലാത്ത സ്ഥലങ്ങള്. തൃശ്ശൂർ സംക്രാന്തി ഉണ്ടോ? അതെന്താ കർക്കിടക തൃശ്ശൂർ സംക്രാന്തി കഴിഞ്ഞില്ലെന്നാ പറയണേ. പാലക്കാട് ഉണ്ട്. മലപ്പുറം ഉണ്ടോന്ന്, മലപ്പുറം ഉണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. ബാക്കിയൊന്നും എനിക്കറിയില്ല. ആരും അങ്ങനെ പറയുന്നേട്ടില്ല. ചിക്കൻ കറിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നന്ദേട്ടന് ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കൊടുക്കുക. ഇനി രാത്രിയിലേക്ക് നന്ദേട്ടന്റെ ഭക്ഷണമാണ് ഇത്. അല്ലേ നന്ദേട്ടാ? ചിക്കൻ കറിയിൽ ഇനി നാളികേരപ്പാൽ ഒഴിക്കണം. ഏകദേശം ആയിട്ടുണ്ട്. നാളികേരപ്പാലൊക്കെ ഇവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. നാളികേരപ്പാൽ ഒഴിച്ചിട്ടുള്ള ചിക്കൻ കറിയാണ്. പാല് അടിപൊളി. അമ്മ ചെറിയ കുട്ടിയാകുമ്പളേ അമ്മയ്ക്കും മാമയ്ക്കും കാല് തരും. അമ്മമ്മ ഓരോ കാല്. ഞാൻ എന്താ പറയാ ഇങ്ങനെ അമർത്തിയിരുന്നത്, ഇതിങ്ങനെ നിറഞ്ഞു പൊന്തിയായിരുന്നു കേട്ടോ. അപ്പൊ പുറത്തേക്ക് പോകും പറഞ്ഞിട്ടാണ് ഇങ്ങനെ അമർത്തി വെച്ചിട്ട് വെള്ളം. ഇപ്പൊ പാകമായി. ഇനി ദോശ ഉണ്ടാക്കട്ടെ.
3 മണിക്ക് അരച്ച് വെച്ചിട്ട് മാവ് പൊന്തി വന്നു. നന്ദേട്ടന് ഒരു ദോശയൊന്നും വേണ്ടല്ലോ ചായയോടൊപ്പം കഴിക്കാൻ? നന്ദേട്ടന് ഒന്നും വേണ്ട. അതുകൊണ്ട് പിന്നെ ഇഷ്ടപ്പെട്ട സാധനമാണെങ്കിലും വേണ്ടാന്ന് തോന്നിയ പിന്നെ കഴിക്കില്ല. നന്ദേട്ടനെ അത്യാവശ്യം പടം വരെ അറിയണ ആളാണ്. പിന്നെ എന്താ പറയാ, ജോലി അങ്ങനത്തെ അല്ലേ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അടിപൊളിയാവും. എപ്പോഴൊന്നും ഇല്ലട്ടെ, ഇപ്പൊ ഒരു 10 കൊല്ലം മുന്നിട്ട് ഇങ്ങനെ ചെയ്തു തന്നിരിക്കണല്ലേ. അതല്ല, ഒരു 10 കൊല്ലം മുന്നിട്ട് അങ്ങനെ ഒന്നും ചെയ്തു തന്നിരിക്കണു. പിന്നെ കൊല്ലായി ശീലാവും എന്നാ പറയണത്. മൈലാഞ്ചി ഇടല് കഴിഞ്ഞു. ഇതാ എനിക്ക് ഇരുന്നിട്ട് ഉറക്കം വരാൻ തുടങ്ങി. ഇതാ ഡിസൈൻ. ഇനി എവിടെങ്കിലൊക്കെ വല്ല കല്യാണ പെണ്ണുങ്ങൾക്ക് മൈലാഞ്ചി ഉണ്ടെങ്കിൽ നന്ദേട്ടനെ വിളിച്ചാൽ മതി. അല്ലേ നന്ദേട്ടാ? ഇല്ലട്ടോ, വെറുതെ പറയണേ, തമാശക്ക് പറഞ്ഞതല്ലേ. അതല്ലേ, ഒക്കെ കൊളാക്കി തരും. എന്താ പറഞ്ഞേ? പറയുന്ന കേട്ടില്ലേ? അപ്പൊ ശരി, ഞങ്ങളിപ്പോ ചിനക്കത്തൂർ കാവിലേക്ക് വന്നിരിക്കട്ടോ. ഇന്ന് രാവിലെ, ഇത് 3ാമത്തെ അമ്പലമാണ്. ആദ്യം ഞങ്ങള് എന്താ പറയാ, ഞങ്ങളുടെ അടുത്തുള്ള അമ്പലത്തിലേക്ക് പോയി, വിഷ്ണുവിന്റെ അമ്പലം. അത് കഴിഞ്ഞിട്ട് കൃഷ്ണന്റെ അമ്പലത്തിൽ പോയി. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ചിനക്കത്തൂർ കാവിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ തൊഴുകലൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ പ്രഭാത ഭക്ഷണം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പോയി കഴിച്ചു. നന്നായിട്ട് കഴിച്ചിട്ടില്ല, എന്നിട്ട് വേണ്ട പറഞ്ഞു. ഇഡ്ഡലിയും സാമ്പാറായിരുന്നു. അവിടെ ചെന്നപ്പോഴേക്കും അത് കഴിഞ്ഞു. എന്നിട്ട് രണ്ടാമത് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി അതുവരെ അവിടെ വെയിറ്റ് ചെയ്തു. പ്രസാദമല്ല, ആദ്യത്തെ ഭക്ഷണം ഇന്ന് ഇപ്പൊ 1-ാം തീയതി ആയിട്ട് ഭഗവതരായിരുന്നു. അപ്പൊ നമ്മുടെ കാവ് കാണിച്ചു കൊടുക്കാന്നിട്ടാ. ഇവിടെ പൂരം ഉണ്ടാവലുണ്ട്. കുംഭമാസത്തില് മകൻ നാളില് പൂരാണ് ഇവിടുത്തെ പൂരം. ചിനക്കത്തൂർ പൂരം എന്ന് പറയും. നല്ല വലിയ പൂരാണ്. അപ്പൊ പൂരായി കഴിഞ്ഞാൽ 1 മാസമാണ് ഇവിടെ പരിപാടി, കൂത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങൾ എല്ലാ ദിവസവും വരും. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ ഇങ്ങനെ വരണം കേട്ടോ. പക്ഷെ കുഴപ്പമില്ല, ഞാൻ വന്നിട്ട് എന്നും അമ്പലത്തിലേക്ക് വന്നിട്ട് ദിവസം സ്റ്റേജ് പരിപാടികളും ഉണ്ടാവും, ഗാനമേളി അതും ഇതൊക്കെ ഉണ്ടാവും. ഒക്കെ കണ്ട് എന്താണ് ഞങ്ങൾ വീട്ടിലേക്ക് പോവുക. മോൻ പിന്നെ കൂട്ടുകാരായിട്ട് വരും. ആലിന്റെ ചോട്ടിലായിട്ടോ നിക്കണത്. അതുകൊണ്ട് നല്ല കാറ്റുണ്ട്. ഇന്ന് പിന്നെ മഴ ഇല്ല, നല്ല വെക്കാനുള്ള ദിവസാ. ഇവിടെ എന്താ പറയാ, വണ്ടികളുടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. ഞാന് 2 വീലർ ഓടിക്കല് പഠിക്കണം എന്നും പറഞ്ഞിട്ട് മുന്നേ വരണം എന്നൊക്കെ വിചാരിച്ചു. പിന്നെ എനിക്ക് വെയിലുകൊള്ളാൻ വയ്യാത്തോണ്ട് ഞാൻ വന്നില്ല. എന്നിട്ടും പോയിക്കോളാൻ പറഞ്ഞതാ. അപ്പൊ എന്താ പറയാ, വരാല്ലേ എന്നിട്ടാ, നല്ലതല്ലേ അല്ലേ ഓടിക്കല് പഠിച്ചാ? വരണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോഴല്ല, മഴയൊക്കെ പോട്ടെ. നല്ല വെയിലാണ് ഇവിടെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന സ്ഥലത്തെ. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, എനിക്ക് വെയിൽ അങ്ങനെ കൊള്ളാൻ വയ്യ. വെയിൽ കൊണ്ട് അപ്പൊ തലവേദനിക്കാൻ തുടങ്ങുള്ളൂ. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള്. അപ്പൊ രാമായണ മാസമാണ്, എല്ലാവരും അമ്പലത്തിലേക്ക് പോയിട്ട് നന്നായി പ്രാർത്ഥിക്കുക. അപ്പൊ ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോവാണ്. എന്താ പറയാ, ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുഴപ്പമില്ലാണ്ടിരിക്കുന്നു. പക്ഷെ നന്നായിട്ടും ഭക്ഷണം കഴിച്ചിട്ടില്ല കേട്ടോ. എന്നിട്ട് പോയിട്ട് ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ ശരി.